എനിക്കിനി ഈ ഒരു ജീവിതമല്ലാതെ മറ്റൊന്നില്ല. ഈശോയിൽ ഉറയ്ക്കുവാണ്. ഈ ഭൂമിയിൽ ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല. വേണ്ട, നീ ഇങ്ങനെ കോലേ കയറി നടക്കുന്ന പെണ്ണ്, നിനക്കൊന്നും പറ്റുന്ന കാര്യമില്ല, നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, മടമൊക്കെ പൊളിച്ചിട്ട് നീ പോരും, അതുകൊണ്ട് നീ പോകണ്ട. എല്ലാവരും എന്നോട് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. എന്നോട് പറയും കയറി വണ്ടിക്കകത്തെന്ന് പറയും. ഞാൻ ഈ ചാപ്പലിൽ ഈശോയുടെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഈശോ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പം ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തടയാം. എൻ്റെ ക്ലാസ്മേറ്റ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൊണ്ട് കളഞ്ഞില്ലേടി ഒരു ലൈഫ്, നീ എന്തിനാ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞേ എന്ന് ചോദിക്കുമ്പം ഞാൻ അവരോട് ഒറ്റ മറുപടിയെ കൊടുക്കാറുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം, ഞാൻ ജീവിക്കുന്ന സ്നേഹം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നോടിത് ചോദിക്കാൻ പറ്റില്ല. ഈശോ വിളിച്ചാൽ ആർക്കാ തടയാൻ പറ്റുന്നു? ഞാൻ ജീസസ് യൂത്തിൽ ആയിരുന്ന ആ സമയത്ത് 88-ൽ വേൾഡ് എവഞ്ചലൈസേഷൻ 2000 ജൂബിലി ഇയർ ആകുമ്പം വേൾഡ് എവഞ്ചലൈസേഷൻ എന്നൊരു മോട്ടോ അന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്തയും, അതായത് ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ള അനുഭവവും, അത് സ്നേഹമാണെന്നുള്ള ആ ഒരു വലിയ അനുഭവവും കൂടി ഞാനിങ്ങനെ എൻ്റെ മനസ്സ് തിളച്ചു മറിയുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഈശോയുടെ കുരിശുരൂപത്തെ നോക്കിയിരുന്ന് ഇങ്ങനെ വേൾഡ് എവഞ്ചലൈസേഷൻ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, എൻ്റെ ഈശോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയൊരു ബോധ്യം ഇതാണ്: ഏറ്റവും വലുത് ഈശോയാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഏറ്റവും വലിയ സ്നേഹം അതാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഏറ്റവും വലിയ സമ്പത്ത് ഈശോയാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഇനി മറ്റൊന്നിനുമല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കും. എൻ്റെ ജീവിതം മുഴുവൻ ഇനി ഈശോയ്ക്ക് വേണ്ടിയാണ് എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിശക്തമായിട്ട് വരുവാണ്. ആ തീരുമാനത്തിൽ ഞാൻ ഉറയ്ക്കുവാണ്. പക്ഷേ ഒരിക്കലും സന്യാസ ജീവിതത്തിലൂടെയാണ് ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്ന ആ ഒന്നര മാസക്കാലത്തിൽ എനിക്കിങ്ങനെ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഈ സന്യാസ ജീവിതം ഇങ്ങനെ കാണാനും, ഈ സിസ്റ്റേഴ്സിനെ ഞാനിങ്ങനെ കാണും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരൊക്കെ ഒരുമാതിരി സ്നേഹമില്ലാത്ത ഒരു മൂരാച്ചികൾ, ഇങ്ങനെ മതിൽക്കെട്ടിനകത്ത് ജീവിക്കുന്ന ജീവികൾ, സ്വാതന്ത്ര്യം ഇല്ലാത്തവർ, അങ്ങനെയുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അപ്പോഴും അങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ ഇവരെ ഇങ്ങനെ കാണുമ്പം ഇവർ വളരെ ഫ്രീ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പ്രായം ചെന്നവരും കൊച്ചു പിള്ളേരും ചെറുപ്പക്കാരും ഇപ്പോൾ വന്നവരും മദര് എല്ലാവരും ഒരുപോലെ തമാശ പറയുന്നു, ചിരിക്കുന്നു, പ്രാർത്ഥിക്കുമ്പം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യും, എന്ത് ജോലിയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ പശുവിൻ്റെ കുട്ടി ചാണകം വരാൻ പോകുന്നു, മദറും പോകുന്നു, താഴെ പോയി വാഴപ്പിണ്ടി വെട്ടിക്കൊണ്ട് വരാൻ പോകുന്നു, മദറും പോകുന്നു, പിള്ളേരും പോകുന്നു. ഇതെന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഞാനിരുന്ന് പഠിക്കുന്നുണ്ട്, ഇവരുടെ കൂടെ ഇടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. പക്ഷേ ഈ സമൂഹ ജീവിതത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഞാനങ്ങനെ ഓട്ടോമാറ്റിക്കലി തിരിയുവാണ്. ഏകദേശം എൻ്റെ വൈവേടിയൊക്കെ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് വന്ന്, ഇത് കൊള്ളാലോ സംഭവം, ഞാൻ വിചാരിച്ചല്ലല്ലോ സംഭവം, സന്യാസം ഇത് കൊള്ളാലോ. അപ്പം ഒരു വശത്ത് ഔസേപിതാവ് എന്നെ ആകർഷിക്കുന്ന ഒരു സംഭവം, മറുവശത്ത് ഈ സിസ്റ്റേഴ്സിൻ്റെ സന്തോഷമുള്ളൊരു ലൈഫ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കണ്ണൊക്കെ ഇല്ലാത്ത സിസ്റ്ററൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് ആ പിള്ളേരോട് സംസാരിക്കുന്ന രീതി, മദറിനോട് ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ലിവിങ് പിക്ചറായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് കൊള്ളാലോ. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എനിക്കൊരു സന്യാസി ആയിക്കൂടാ, ഇവരുടെ കൂടെ അങ്ങ് ചേർന്നുകൂടാ. അപ്പം പിന്നെ ഞാനിങ്ങനെ പതുക്കെ ഇവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതായത് ഇത് എന്താണ്. അപ്പോൾ ഇറ്റലിയിലാണ് ഒറിജിൻ. പിന്നെ മിഷനറീസാണ്, അതായത് ആഫ്രിക്കയിൽ മിഷനുണ്ട്, ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കയറി വരുമ്പം എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് ഇതിങ്ങനെ അനുരൂപപ്പെട്ടു പോവുകയാണ്. ഇത് ഒത്തിരി ബാലൻസ് ചെയ്തു പോകുന്നു. അവസാനം ഞാൻ ഈ ചാപ്പലിൽ ഈശോയുടെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. ഈശോ, ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഔസേപിതാവ് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ആകർഷിക്കും. ഔസേപിതാവിൻ്റെ ഒരു രൂപം കണ്ടാൽ എനിക്കവിടെ നിൽക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം. അന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് മനസ്സിലായി അതെന്താ കാര്യം. അപ്പം
ലാസ്റ്റ് എക്സാം തീരുന്ന ആ സമയത്തോടു കൂടി ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാനിവിടെ ചേരുവാണെന്നൊരു തീരുമാനം എടുക്കും. അപ്പോൾ എൻ്റെ വൈവ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇവരുടെ കൂടെ അങ്ങ് ചേരുക. പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലേക്ക് എൻ്റെ കോൺസെൻട്രേഷൻ വന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ ഇവരുടെ ചേരാമെന്ന് തീരുമാനിക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട വേണ്ട, നീ ഇങ്ങനെ കോലെ കയറി നടക്കുന്ന പെണ്ണ്, നിനക്ക് ഇതൊന്നും പറ്റുന്ന കാര്യമില്ല, നിനക്ക് ഒറ്റയ്ക്കും ജീവിക്കാൻ പറ്റില്ല, മടമൊക്കെ പൊളിച്ചിട്ട് നീ പോരും, അതുകൊണ്ട് നീ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അച്ഛാ, അങ്ങനെയല്ല, ഇത് ഭയങ്കര രസമാണ്, ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുകയെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി പറഞ്ഞാന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഓക്കെ മോളെ, അങ്ങനെയാണ് കർത്താവ് നിന്നെ അങ്ങനെയാണ് വിളിക്കുന്നതെങ്കിൽ നീ പോയിക്കോ, നീ ചേരണം. അപ്പം എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് ചേരണം, ഞാൻ ഇവിടെയാണ്, പക്ഷെ ഒരിക്കലും എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല എൻ്റെ അച്ചാച്ചൻ. കാരണം അച്ചാച്ചനുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ് അച്ചാച്ചന്. വലിയൊരു കുടുംബത്തിൽ കെട്ടിച്ചു വിടണം, നല്ല ജോലിയുള്ള ആളുടെ കൊണ്ട് കെട്ടിക്കണം, സുന്ദരനായിരിക്കണം, ഇതൊക്കെ അച്ചാച്ചൻ പറയും എന്നോട്. എൻ്റെ മോൾക്ക് നല്ലൊരു വീട് വേണം. അപ്പോൾ ഈ അച്ചാച്ചൻ എന്നോടുള്ള സ്നേഹം, അമ്മച്ചിയെക്കാളും ഞാൻ അച്ചാച്ചനോടാണ്. പിന്നെ എൻ്റെ ആങ്ങളമാർ. അപ്പോൾ ഇതെല്ലാം ഞാൻ മടത്തിപ്പോയെന്ന് കേട്ടോ, ഇവരിങ്ങനെ എൻ്റെ വിചാരം അറ്റാക്ക് വന്ന് ചിലപ്പോൾ മരിച്ചു പോകും. അപ്പോൾ അതുപോലെ പതുക്കെ എൻ്റെ ഉള്ളിൽ ഒരു സംഘർഷം തുടങ്ങി. എനിക്കിത് വേണം, പക്ഷേ എൻ്റെ വീട്ടുകാർ, ഞാൻ എന്നാ ചെയ്യും, എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെ പറയും, ഈ ഒരു ചിന്തയായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ വൈവയെക്കുറിച്ച് വൈവ നടന്നിട്ടില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. വൈവ എൻ്റെ സബ്ജക്റ്റ് അല്ല, എൻ്റെ സബ്ജക്റ്റ് ഞാനിവിടെ ചേരും, എങ്ങനെ വീട്ടുകാരോട് പറയും. അപ്പം ഞാൻ ഈ ചാപ്പലിലിരുന്ന് ഒറ്റയ്ക്ക് ഞാനൊരു ദിവസം ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പം ഞാൻ അറിയുവാണ്, എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ശക്തി എൻ്റെ ഉള്ളിൽ നിറയുവാണ്. അതായത് അച്ചാച്ചനോട് നേരെ നിന്നിട്ട് അച്ചാച്ച ഈശോ എന്നെ വിളിച്ചു, ഞാൻ പോവാന്ന് പറയാൻ ഞാനിങ്ങനെ എന്നോട് തന്നെ ഡയലോഗ് ചെയ്യുക. ഡയലോഗിനകത്ത് എൻ്റെ ഉള്ളിലൊരു ശക്തി നിറയുവാണ്. അതുപോലെ തന്നെ വീട്ടുകാരോട് ഈശോ എന്നെ വിളിച്ചു, ഞാൻ പോകും, ഇങ്ങനെ പറയാനായിട്ട് തോന്നുവാണ്. അത് കഴിഞ്ഞ് ഞാനിതിങ്ങനെ ചിന്തിച്ചു, ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനൊരു ഈ ഉരുക്ക് സ്ത്രീ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന കണക്ക് എൻ്റെ മനസ്സങ്ങ് ഈശോയിൽ ഉറയ്ക്കുവാണ്. അതായത് എനിക്കിനി ഈ ഒരു ജീവിതമല്ലാതെ മറ്റൊന്നില്ല, ഈ ഭൂമിയിൽ ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല, ഇതാണ് എൻ്റെ ചിന്ത. അച്ചാച്ചനല്ല, അമ്മച്ചിയല്ല, എൻ്റെ വീട്ടുകാരല്ല, ഈ ലോകം മുഴുവൻ എനിക്കെതിരെ വന്നാലും ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പൗലോസ്ലിഹായുടെ ഒരു മാനസാന്തരം പാലായിൽ വെച്ചൊരു ബൈബിൾ കൺവെൻഷനിൽ ഞാൻ മോണോ ആക്റ്റായിട്ട് കാണും. ഞാൻ മോണോ ആക്ട് മിമിക്രിക്കുമൊക്കെ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഈശോയെ അറിഞ്ഞതിന് ശേഷം പൗലോസ്ലിഹായുടെ മാനസാന്തരം ഞാനൊരു ബൈബിൾ കൺവെൻഷനിൽ ഞാൻ കാണും. അപ്പോൾ സത്യത്തിൽ അത് പൗലോസ്ലിഹായുടെ മാനസാന്തരമാണ് ഞാൻ അവതരിപ്പിച്ചെങ്കിലും അത് എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ മാറ്റമായിരുന്നു ഞാനന്ന് അവിടെ കൊടുത്തത്. അത് ഇന്നും ഓർമ്മിച്ച്, ഇന്നലെയും ഞാൻ അന്ന് എന്നെ പഠിപ്പിച്ചൊരു സാറിനെ കണ്ടപ്പോൾ, ഇന്നലെ ഞങ്ങൾ പാലായി വെച്ച് കണ്ടപ്പം ഓർത്തിങ്ങനെ പറയുമായിരുന്നു, നീ അന്ന് അവിടെ പൗലോസ്ലിഹായുടെ മാനസാന്തരം അവതരിപ്പിച്ചില്ലേ. അത്രമാത്രം അവരുടെ ഉള്ളിലേക്ക് അത് ചെല്ലാൻ കാരണം ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് അന്ന് ചെയ്തിരുന്നതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുക. അപ്പം എനിക്കിതാണ്, ഒരു ശക്തിക്കും എന്നെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ലെന്നുള്ള ഒരു വലിയ ബോധ്യം. വീട്ടുകാരോ ഞാൻ ആ ബൈബിൾ വചനം വായിച്ചിട്ട് ഇങ്ങനെ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? എൻ്റെ അച്ചാച്ചനോ, എൻ്റെ അമ്മച്ചിയോ, എൻ്റെ സഹോദരങ്ങളോ, എൻ്റെ വീടോ, എൻ്റെ പാരമ്പര്യമോ, എൻ്റെ സമ്പത്തോ, എനിക്ക് നേടാവുന്നതോ, എനിക്കിനി കിട്ടാൻ പോകുന്നതോ, ഒരു കുടുംബജീവിതമോ, ഒന്നിനും എനിക്കിനി ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തിനുള്ള വലിയൊരു ബോധ്യം. അപ്പോൾ ഞാൻ മദറിനോട് സംസാരിക്കാം, മദറെ, ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ എനിക്ക് നിങ്ങളുടെ സഭയിൽ ചേരണം. മദർ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, അതായത് വീട്ടിൽ നിന്ന് അതിഭയങ്കരമായ എതിർപ്പുണ്ടാകും, നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പം മദർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചെ, ഈശോ വിളിച്ചാൽ ആർക്കാ തടയാൻ പറ്റുന്നേ? എനിക്ക് സന്തോഷമായി. അപ്പം ഇതിനോട് അനുകൂലിക്കുന്ന ഒരു ചിന്ത എനിക്ക് കിട്ടി. പിന്നീട് ഞാനങ്ങ് തീരുമാനിച്ചു, ഇവിടെ ചേരുകയെന്ന് തീരുമാനിച്ചു. പിന്നീട് വൈവയ്ക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് തന്നെ ഒരു ഹൗസുണ്ട്, അവിടെ നിന്നിട്ടാണ് വൈവ ചെയ്യുന്നത്. വൈവ ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നു. ഞാൻ പാലായിൽ പോയിട്ട് എൻ്റെ പെട്ടിയും അത്യാവശ്യ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട്, എൻ്റെ ഹോസ്റ്റൽ വാർഡൻ അന്ന് സിസ്റ്റർ ലേയോൺഷിയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. അപ്പം സിസ്റ്റർ പറയുന്നു, നിന്നെ ദൈവം വിളിച്ചു എന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾക്കത് കാരണം വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പുണ്ടാകുമെന്ന് സിസ്റ്ററിനറിയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. നിന്നെ വിളിച്ചിരിക്കുന്ന ഔസേപ്പിതാവിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പനും അമ്മയായിട്ട് വന്നത് അന്നത്തെ
എൻ്റെ ഹോസ്റ്റലിലും അഡൻ സിസ്റ്റർ ലയോൺഷയും പിന്നെ ഇന്ന് മിഷണറി ആയിട്ട് അതിലബാദിലുള്ള ഒരു റോസ്ലാമയാണ്, അവരുടെ പ്രൊവിൻഷ്യലായിരുന്ന ഒരു റോസ്ലാമയാണ്. അന്നും പുറപ്പെടുന്ന അന്നും ഒരുപാട് വീട്ടിൽ ഇതെങ്ങനെയോ അറിഞ്ഞിട്ട് ഒക്കെ ഉണ്ടായ വഴി തടയാനും ഒക്കെ വന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ ഈശോ ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പം എൻ്റെ അപ്പനും അമ്മയായിട്ട് എന്നെ കൊണ്ട് ഇവിടെ ആക്കിയത് CMCക്കാരാണ്. അവർ കൊണ്ടുവന്ന് എന്നെ ഔസേപ്പിതാവിനെ ഏൽപ്പിച്ചു. അപ്പം ഞാനിവിടെ ചേരുമ്പം ഈ ആസ്പിരൻസി എന്താ, പോസ്റ്റലൻസി എന്താ, നോവിഷ്യേറ്റ് എന്താ, ഇതൊന്നും എനിക്കറിയില്ല. കാരണം സന്യാസ ജീവിതം എൻ്റെ മാറ്ററല്ലായിരുന്നു, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നീടാണ് പതുക്കെ പതുക്കെ ഈ ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്, അറിയാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ആകർഷിച്ചത് ഈ സഭയുടെ ഈ സമൂഹ ജീവിതമാണ്, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതമാണ്, അവരുടെ സന്തോഷമാണ്, പങ്കുവയ്ക്കലാണ്, എല്ലാം ഒരുപോലെ കണക്കാക്കുന്ന. അപ്പോൾ ഇവിടെ മദർ പിള്ളേർ അങ്ങനെ ഒരു ഡിഫറൻസ് ഞാൻ കണ്ടിട്ടില്ല, അതിന്നും ഇല്ല. ആ ബഹുമാനമുണ്ട്, സ്ഥാനത്തെ ബഹുമാനിക്കുന്നു, പക്ഷേ ആ ഒരു സ്നേഹം, പങ്കുവയ്ക്കുന്ന സ്നേഹം. ഞാനിവിടെ ചേർന്നതിന് ശേഷം ഫോർമേഷനിലായിരിക്കുന്ന ആ സമയം, അപ്പം വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഒത്തിരി പ്രാവശ്യം എൻ്റെ ആങ്ങളമാർ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സിസ്റ്റേഴ്സിനോട് ശരിക്കും വഴക്കുണ്ടാക്കി. എൻ്റെ പെങ്ങളെ ഇറക്കി വിടാൻ, ഇങ്ങോട്ട് തിരിച്ചു തരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പം മദർ പറയും, ഇതേ നിൽക്കുന്നു, വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറയും. എന്നോട് പറയും, കയറടി വണ്ടിക്കകത്തെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ വന്നത്, അപ്പോൾ പറയുമ്പോൾ എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്, അങ്ങനെ പറയും. പിന്നെ അവർക്കുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എൻ്റെ സ്വഭാവം വെച്ച്, ഞാൻ വീട്ടിൽ വളർന്ന സ്വഭാവം വെച്ച്, ഞാൻ ജീവിച്ച രീതി വെച്ച് ഒരിക്കലും ഞാനൊരു സിസ്റ്ററായിട്ട് ആയിത്തീരത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യം അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം കുരുത്തക്കേടും അനുസരണക്കേടും ഇങ്ങനെ എന്താ പറയുന്നത്, ബഹളം വെച്ചുമൊക്കെ നടന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവർക്ക് സന്യാസത്തെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നെ സന്യാസിയായിട്ട് കാണാൻ പറ്റാഞ്ഞിട്ടാണ്. അതായത് ഞാൻ ചേർന്ന് അവർ കരുതിയതാണ്, ഒന്നുകിൽ ഇവളെവിടെയെങ്കിലും വീട്ടിൽ പറയാൻ മേലാത്ത ആരെങ്കിലുമായിട്ട് ഇവൾ പ്രേമിച്ചിട്ടുണ്ടാവും, വീട്ടിൽ പറഞ്ഞാൽ നടത്തി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയിൽ പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊരു ഒളിച്ചോട്ടമാണെന്നുള്ളൊരു ബോധ്യം അവരുടെ ഉള്ളിലും, പിന്നെ മറ്റാരെങ്കിലും പറഞ്ഞാണോ എന്നെനിക്കറിയില്ല, ഭയങ്കരമായിട്ട് വീട്ടിലൊരു ചർച്ചാ വിഷയമായി. എൻ്റെ സ്വഭാവത്തിന് ഈ പറഞ്ഞ കുരുത്തക്കേട് എല്ലാം ഒപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനകത്തൊന്നും അവർ സംശയിക്കുന്നതിനകത്ത് എനിക്കിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പം ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഇവർ അങ്ങേയറ്റം എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു. എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിനക്ക് എങ്ങനെയുള്ള ചെറുക്കനെയാണ് വേണമെന്ന് പറ, അപ്പം ഞങ്ങളതങ്ങനെ കണ്ടുപിടിച്ചു തരാം. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആങ്ങളെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു PG ഉള്ള ആൾ, അല്ലെ ജോലിയുള്ള ആൾ, അല്ലെ ഭയങ്കര സമ്പത്തുള്ള ആൾ. പക്ഷേ എനിക്ക് അതിൽ വലിയ ഒരുത്തനെ ഞാൻ കണ്ടു. എന്നെ ഇതുപോലെ സ്നേഹിക്കാനായിട്ട് ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ഒരാൾ എനിക്കുള്ളപ്പം ഇനി എനിക്ക് വേറൊരാളെ വേണ്ട, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഞാൻ മറുപടി. അന്ന് എന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആ ഒരു ഉറച്ച ബോധ്യത്തിൽ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയി. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ ചെന്ന് യാത്ര പറയണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് യാത്ര പറയാൻ ചെന്നപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അംഗങ്ങളുള്ള വീടാണ്, എല്ലാവരും ഹാജരാണ്. അതിന് നടുക്ക് നിർത്തി എല്ലാവരും എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അപ്പം ഒരുപാട് ന്യായവാദങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പം ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തടയാം. അപ്പോൾ ഞാനല്ലത് പറയുന്നത്, ഇന്നും എനിക്കറിയാം എന്നിലെ പരിശുദ്ധാത്മാവാണ് അതെന്നെ കൊണ്ട് പറയിക്കുന്നത്. എൻ്റെ അച്ചാച്ചൻ്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ, നിങ്ങൾക്ക് ആർക്കും എന്നെ തടയാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറച്ചു, കാരണം മദറിനോട് പൈസയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ വെളുപ്പിനെ എണീറ്റ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ നേരെ മൂത്ത ആങ്ങളെ ഞാനും ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ആങ്ങളെ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ പല്ല് തേച്ചിട്ട് വന്നപ്പം, എടി കാപ്പി. അപ്പം ഇവൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരുന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അപ്പം ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് ദൂരമുണ്ട്. അപ്പം അവർക്കും ആങ്ങളേക്ക് മനസ്സിലായി ഇവള് പോകും, ഉറപ്പായിട്ട് പോകും. അപ്പം എണീറ്റിട്ടില്ല, എല്ലാവരും വീട്ടിൽ എണീറ്റിട്ടില്ല. അപ്പോൾ
കാപ്പി കുടിച്ച് ഞാൻ പറഞ്ഞു കൊണ്ടുവിടുമോ, കൊണ്ടുവിടും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ തയ്യാറായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒച്ച കേട്ടിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. തിരിഞ്ഞു നോക്കാതെ ഞാൻ വണ്ടിയെ കയറി ഇങ്ങ് പോന്നു. ആൾ എന്നെ കൊണ്ട് വിട്ടിട്ട് ബൈ ബൈ പറഞ്ഞ് ഇങ്ങ് പോന്നു. അങ്ങനെ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്റ്റ് ഒന്നുമില്ല, വീടുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. പ്രൊഫഷൻ്റെ അന്ന് വരെ അപ്പം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വരുന്നു, പ്രൊഫഷൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. എനിക്കിതെൻ്റെ വിഷയമേ അല്ല. പക്ഷേ പ്രൊഫഷൻ്റെ തലേ ദിവസം അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആരും വരില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ബോധ്യത്തിൽ ഞാൻ നിൽക്കുമ്പം ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. പ്രൊഫഷൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പറമ്പിലേക്ക് പോയിട്ട് സകല മാലാഖമാരെ, ഔസ്യപിതാവിനെ, മാതാവിനെ, സ്വർഗം മുഴുവനെ, വിശുദ്ധരെ, എൻ്റെ വിശുദ്ധ കൊച്ചുരേശയാണ്, കൊച്ചുരേശ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ്. സ്വർഗം മുഴുവനെ ക്ഷണിച്ചു. പുല്ലിനെയും പുഴുവിനെയും പുൽച്ചെടികളെയും എല്ലാം. അതായത് രാജാതിരാജൻ എന്നെ സ്വന്തമാക്കുന്ന, പറയുമ്പോൾ ഞാൻ റിലീവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ രാജാതിരാജൻ എന്നെ സ്വന്തമാക്കാൻ പോകുമ്പം നിങ്ങളുടെയൊക്കെ സൃഷ്ടാവായ, അല്ലെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം എന്നെ സ്വന്തമാക്കാൻ പോകുമ്പം നിങ്ങളെല്ലാവരും വരണം. ഞാൻ എല്ലാത്തിനെയും ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് ഒന്നും മിസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രൊഫഷന് വേണ്ടിയിട്ട് ഒരുങ്ങി, ഞാനാണ് ബാച്ചിൽ ഏറ്റവും മൂത്തത്. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുമ്പം ഇങ്ങനെ പിതാവിനെ സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെൻ്റാണ്, ഇപ്പോഴ് അർത്ഥിനികളുടെ ശിരസിൽ മാതാപിതാക്കൾ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് അവരെ യാത്രയാക്കും. അപ്പോൾ ഞാൻ ഓർത്തു, ഈ ഔസ്യപിതാവും മാതാവും കൂടി ഇപ്പം എൻ്റെ തലയിൽ കൈവയ്ക്കും, അവരെന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കും. അപ്പോൾ എനിക്ക് നഷ്ടബോധമല്ല, എനിക്ക് ആനന്ദമാണ്, എനിക്ക് സ്വർഗമാണ് എനിക്ക് കൂട്ടെന്നുള്ള ആനന്ദമാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം 2 കൈകൾ എൻ്റെ തലയിൽ, ആക്ച്വലി ഈ സിനിമയിലൊക്കെ കാണുന്ന കണക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുവാണ്. അപ്പം എൻ്റെ അമ്മച്ചിയുടെ ഏങ്ങലടി കേൾക്കാം, അച്ചാച്ചൻ ഇങ്ങനെ വലിക്കുന്നത് കേൾക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി തന്നെ. പിന്നെ എനിക്കൊന്നും എൻ്റെ പരിസരബോധമൊക്കെ പോയി, പ്രാർത്ഥന മൂടൊക്കെ പോയി. എങ്കിലും പിന്നെ ഞാനിങ്ങനെ അന്നത്തെ പിന്നെ ചാപ്പലിനകത്ത് കയറി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നു. അന്ന് സത്യത്തിൽ ആ തലേ രാത്രിയിൽ അച്ഛൻ ചെന്ന് പറഞ്ഞു, ഇവള് പോകും, തിരിച്ചു വരില്ല, നിങ്ങളിതിന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടേണ്ടി വരും. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണെന്ന് ഇവർ ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ച് ഇവർ വന്നതാണ്. എൻ്റെ സഹോദരങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമായിട്ടാണെന്ന് വന്നത്. അങ്ങനെ 1992 ഡിസംബർ 13 ഈ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പുത്രിമാരുടെ സഭയിൽ ഞാൻ വ്രതങ്ങൾ ചെയ്ത് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു, ഈ സഭാംഗമായിട്ട് തീർന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കണ്ടത്, ഒരു സന്യാസിയായിട്ട് എന്നെ കാണാൻ പറ്റാതിരുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ദൈവാനുഗ്രഹിച്ച് അത്യാവശ്യം സാമ്പത്തികം ഒക്കെയുള്ളൊരു കുടുംബമാണ് എൻ്റേത്. അപ്പോൾ ആ ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്ക് കൊടുത്തിരുന്നില്ല എന്നൊരു പരാതി ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുമായിരുന്നു, ഈശോയെ നിനക്ക് 1ാം സ്ഥാനം എൻ്റെ രക്തബന്ധത്തിലുള്ളവർ തരാനിടയാക്കണേ. അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് സത്യത്തിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് നാണക്കേടാണ്. കാരണം അതുപോലെ വിശ്വാസത്തിൽ എൻ്റെ സഹോദരങ്ങളെല്ലാവരും, അവരുടെ മക്കൾ, അപ്പം അതിനുശേഷമുള്ള തലമുറ കുഞ്ഞുങ്ങളെല്ലാവരും, അതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മക്കൾ എല്ലാവരും നല്ല വിശ്വാസത്തിലും ആ സ്നേഹത്തിലും. പിന്നെ വീട്ടിലെ ഒരു കൂട്ടായ്മയുണ്ട്. എൻ്റെ അച്ചാച്ചനോട് അവിടുത്തെ അച്ഛൻ പറയായിരുന്നു, ഈ കൂട്ടായ്മയാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് അച്ചാച്ചനോട് പറയായിരുന്നു. ആ ഒരു വലിയ കൂട്ടായ്മ ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഒരു ആങ്ങള ഒരുപാട് സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ ആങ്ങളയുടെ ഒരു മകനും ഭാര്യയും. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്നെക്കാളധികം ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് എൻ്റെ കുടുംബാംഗങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ അതുപോലെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സന്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തോ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു സംഭവമാണെന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കൊണ്ട് കളഞ്ഞില്ലേടി ഒരു ലൈഫ്, നീ എന്തിനാ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞേ എന്ന് ചോദിക്കുമ്പം ഞാൻ അവരോട് ഒറ്റ മറുപടിയെ കൊടുക്കാറുള്ളൂ, ഞാൻ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യം, ഞാൻ ജീവിക്കുന്ന സ്നേഹം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നോടിത് ചോദിക്കാൻ പറ്റില്ല.
കാരണം ഒരു ലോകം മുഴുവൻ എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുക. ഞാൻ എൻ്റെ കുടുംബം ഞാൻ ഉപേക്ഷിച്ചെങ്കിൽ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ അപ്പനെ പോലെ, അമ്മയെ പോലെ, സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാൻ എനിക്ക് ആൾക്കാരെ, ഞാൻ പോയ എല്ലായിടത്തും എനിക്ക് ഒത്തിരി മക്കളുണ്ട്. ഞങ്ങളുടെ എൻ്റെ ബാച്ചിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പോകുമ്പോൾ അവർ 2 മക്കൾ 3 മക്കളെന്ന് ഞാൻ പറയും എനിക്ക് എണ്ണിയാത്തീരാത്ത മക്കളുണ്ട് ശരിക്കും. അപ്പോൾ ഒരുപാട് മക്കൾക്ക് ഒരു ഗർഭപാത്രത്തിനകത്ത് കൂടി വന്ന 8 10 മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റും. പക്ഷേ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ ഹൃദയപാത്രത്തിൽ ലക്ഷക്കണക്കിന് മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റും. ആ സ്നേഹത്തിൽ ഒരുപാട് മക്കൾ ജനിക്കും. ഇന്നും സിസ്റ്റർ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മരിക്കാതിരിക്കുന്നത്. ഞങ്ങൾ ഇന്നീ നിലയായത് സിസ്റ്റർ കൊണ്ടാണ് എന്ന് പറയാൻ തക്ക വിധം എനിക്ക് ഒരുപാട് മക്കളുണ്ട്. ഏത് സ്ഥലത്ത്, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഇവിടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റി. അവിടെയൊക്കെ ഒത്തിരി മക്കൾ എനിക്ക് ഈശോ തന്നു. ഇന്നും അത് മദ്യപാനികളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. മദ്യപാനമുള്ള നശിച്ചു പോയ കുടുംബങ്ങളിലേക്കൊക്കെ ഈശോ എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് അവരെ സ്നേഹിക്കാൻ എനിക്ക് ഹൃദയം തുറന്നു തരും. സത്യമായിട്ടും ആ ഈശോയുടെ സ്നേഹം അവരിലോട്ട് ചെല്ലുമ്പം ഈ ഒരു ദുശ്ശീലത്തിൽ നിന്ന് വിട്ട് നന്മയിലേക്ക് വരാൻ ഈശോ ഒരുക്കുന്ന വഴികൾ ഒരുപാടുണ്ട്. അപ്പോൾ നന്ദിയല്ലാതെ ഒന്നുമില്ല എനിക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ എനിക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഈശോ തന്നു. എനിക്കത് മാത്രം മതി. ഇനിയൊരു ജന്മം നമ്മൾ പറയുകയാണ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഞാൻ പറയും എനിക്ക് ഈശോയുടെ മണവാട്ടിയായാൽ മതി, സന്യാസിയായാൽ മതി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈശോയോട്, എൻ്റെ ഈ സന്യാസ സഭയോട്, എന്നെ സ്വീകരിച്ച സന്യാസ സഭയോട്, അന്ന് വിഷമിച്ച എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് ഞാൻ വീട്ടിൽ ചെന്ന ഹീറോയാണ്. എന്ത് കുഞ്ഞു പ്രശ്നമുണ്ടെങ്കിലും വലിയ പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു സൊല്യൂഷൻ കാണാനായിട്ട് ഈശോയിൽ അത് കണ്ടെത്തി. ഞാൻ മറുപടി പറയാറില്ല, പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവിടെ അത് പരിഹാരമാകും. ഈശോയോട് പറയും, ഈശോ ഇത് നിൻ്റെ വീടാണ്, ഇത് നീ എന്നെ സ്വീകരിച്ചെങ്കിൽ എൻ്റെ വീട് നിൻ്റെ വീടാണ്, നീ ചെല്ല്, നീ പരിഹരിക്കുക. അപ്പം വീട്ടിൽ ഒരു കാര്യത്തിലും ഞാൻ ഡയറക്റ്റ് ഇടപെടത്തില്ല. പക്ഷേ ഈശോ പോകും, പരിഹരിക്കും. പ്രശ്നങ്ങൾക്ക് മുകളിൽ കൂടി അവരെ കൈപിടിച്ച് നടത്തും. എനിക്കത് മതി. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഈശോയ്ക്കും എൻ്റെ സന്യാസ സഭയ്ക്കും എല്ലാവർക്കും. ജീവിതത്തിൻ്റെ കർത്താവ്